News 18 വന്ന ഒരു പിന്നെ വീഡിയോ ആണ്. ഞാൻ എന്തായാലും അതിൻ്റെ വിഷ്വൽസ് ഒന്നും ഇവിടെ ഇടുന്നില്ല. കാരണം ഇതൊരു വലിയ വൻ മാഫിയയാണ്. അവരെ പറ്റി നമ്മൾ എന്ത് ചെയ്താലും നമ്മളായിട്ടങ്ങ് പറയുന്നതായിരിക്കും നല്ലത്. അല്ലാതെ അവരുടെ വീഡിയോ ഒക്കെ ഇവിടെ റീപ്ലേസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് വെച്ചിട്ടുള്ള സ്ട്രൈക്ക് അടി പരിപാടിയുണ്ട്. രേവതി എന്ന് പറയുന്ന ഒരു കുലട സ്ത്രീയുണ്ട്. അവരാണ് ഏറ്റവും നല്ല റിവ്യൂവർ എന്ന് അവർ സ്വയം പ്രഖ്യാപിക്കുക മാത്രമല്ല ബിഗ് ബോസിന്റെ സപ്പോർട്ടോട് കൂടി അവരും അങ്ങ് പ്രഖ്യാപിക്കുകയാണ് അവരാണ് യഥാർത്ഥ റിവ്യൂവർ എന്ന്. ഞാൻ കണ്ടതിൽ വെച്ച് ഇത് ഏറ്റവും നന്നായി റിവ്യൂ ചെയ്യുന്നത് സമ്മർ മീഡിയയാണ്. കൃത്യമായ, അതായത് മണിക്കൂർ ഇടവിട്ട് കൃത്യമായ കാര്യങ്ങൾ വ്യക്തമായി നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഒരാൾക്കും ഫേവർ ചെയ്ത് പുള്ളി സംസാരിച്ച് ഞാൻ കേട്ടിട്ടേ ഇല്ല. അനുമോൾ തെറ്റ് ചെയ്താൽ തെറ്റ് എന്ന് തന്നെ പറയും, ശരിയാണെങ്കിൽ ശരി എന്ന് പറയും. ഇനി അക്ബറാണ് തെറ്റ് ചെയ്യുന്നതെങ്കിൽ തെറ്റെന്നും അക്ബർ ശരി ചെയ്താൽ ശരി എന്നും പറയും. ഈ രണ്ടുപേരെ ഞാൻ പറയുന്നത് രണ്ട് ഗോഷ്ഠിയുടെ തലവന്മാരായതുകൊണ്ട് തന്നെയാണ്. അനുമോൾക്ക് സത്യത്തിൽ അവിടെ ഗ്രൂപ്പൊന്നും ഇല്ല. അപ്പോൾ റീസെൻ്റ്ലി ഒരു ഗ്രൂപ്പ് പോലെ ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ആദില നൂറയും ചേർന്നിട്ടൊരു ഗ്രൂപ്പ് ഉള്ളത് പോലെയാണ് കാണിക്കുന്നത്. സത്യത്തിൽ ആ ഗ്രൂപ്പ് ഒരു ഫേക്ക് ഗ്രൂപ്പാണ്. കാരണം ആദില നൂറ ഒരാളുടെ കൂടെയും ഗ്രൂപ്പായിട്ട് നിൽക്കത്തില്ല. അവരുടെ കാര്യസാധ്യത്തിന് അനുമോളെ ചേർത്ത് പിടിച്ചിരിക്കുന്നു എന്നതിനപ്പുറം ഒന്നുമല്ല. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ പ്രത്യേക തരം സംഗതി ഇതിനകത്ത് അനുമോളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് News 18 ഒരെണ്ണം കൊടുത്തിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? ഇവർക്ക് എന്ത് പേടിയാണ് അനുമോളെ എന്ന് മനസ്സിലാക്കൂ. ഇവർ പറയുന്നത് അനുമോൾക്ക് PR ഉണ്ട് എന്നാണ്. PR ഉള്ള ഒരാൾ ജയിച്ച് കയറുന്നു എന്നുള്ളതാണ് അവരുടെ കണ്ടുപിടുത്തം. ശരി, അനുമോള ഒരു എവിക്ഷനിൽ അങ്ങ് പുറത്താക്കിയാൽ പോരെ, എന്നിട്ട് അവിടെ ആപ്റ്റായിട്ടുള്ള ഒരാളെ അങ്ങ് ജയിപ്പിച്ചാൽ പോരെ. കുറേ ദിവസങ്ങളായി രേവതി എന്ന സ്ത്രീ നിരന്തരം ഇരുന്നു കൊണ്ട് ബിഗ് ബോസിലെ അക്ബറിനെയും ആര്യനെയും ഒക്കെ പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട്. കുറേ പേര് എനിക്ക് കമൻസ് ഇട്ടാണ്. ഞാൻ സത്യം പറയല്ല, ആ സാധനത്തിൽ കാണാൻ പോകത്തില്ല. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒരുമാതിരി ഭ്രാന്ത് പിടിച്ച് ഇല്ല വേട്ടാവളിച്ചിരുന്ന് പറയുന്ന വേട്ടാവളിയെത്തി വർത്താനം പറയുന്ന ആളൊക്കെയാണ് പറച്ചില്. എനിക്ക് ഞാനൊരു വീഡിയോ അവരെ പറ്റി ഒരു വിമർശനം ഉന്നയിച്ചതിന് അവർ ചെയ്ത ചെയ്ത്തുണ്ടല്ലോ, വെറും വടക്ക് മുതലാണത്. വെറും വടക്ക് മുതലാണ്. കാരണം ഈ നമ്മൾ ഒരു വിഷയം സംസാരിക്കുമ്പോൾ ആ വിഷയത്തിൽ അധിഷ്ഠിതപ്പെടുത്തിയിട്ട് ഒരു വിമർശനം നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാവണം. അല്ല വെച്ചാൽ ആ വിഷയമേ സംസാരിക്കാൻ പോകരുത്. അവർക്ക് ഇങ്ങനെ വെള പറഞ്ഞ് അതിൽ കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് ഇതിനകത്തേക്ക് അവരെ കൊണ്ടുപോയി അതുകൊണ്ടുള്ള ഫേവർ ഈ ബിഗ് ബോസ് എന്ത് പറയണോ അതാണ് തള്ള അവിടെ പറയുന്നത്. തള്ളയെ തള്ളി പറഞ്ഞിട്ടുമുണ്ട് ബിഗ് ബോസ്. കാരണം അവിടെ നേരത്തെ അറിയുന്ന വിഷയങ്ങൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഉടനെ തന്നെ ചാനൽ വ്യൂടെ ലൈക്ക് ഇടണം, സേവ് ഇടണം, സബ്സ്ക്രൈബ് ഇടണം, നിങ്ങൾക്ക് അറിയുമ്പോൾ അങ്ങനെ തുടങ്ങുന്ന കാണാം. എനിക്ക് ഈ പേക്കൂത്ത് കാണാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പോകാറേ ഇല്ല. പക്ഷെ ജെന്യൂൻ ആയിട്ടൊരു റിവ്യൂ ആണ് അവർ ചെയ്യുന്നതെങ്കിൽ എല്ലാവരും അവർക്കൊപ്പം തന്നെ നിൽക്കും. കാരണം ഇപ്പോൾ സമ്മർ മീഡിയയെ പറ്റി അങ്ങനെ ഒരു മോശം പറയാൻ എനിക്കില്ല. അതേപോലെ ഓൺ ഇന്ത്യ മീഡിയ അങ്ങനെ ഒരെണ്ണം ഉണ്ട്. ഇവർ രണ്ടുപേരും കൃത്യമായി പറയുന്നുണ്ട്. നമ്മൾ ഒരു ദിവസം ഇതൊന്ന് മിസ് ചെയ്താൽ പോലും സമ്മർ മീഡിയയുടെ വീഡിയോ എടുത്ത് റീകളക്ട് ചെയ്ത് ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടും. കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടു പറയുന്നത് പോലെ വരത്തില്ല. ഞാൻ മിക്കവാറും സ്കിപ്പ് ചെയ്യുന്നത് ഞാൻ കാണാതെ പറയാൻ താല്പര്യപ്പെടാത്തതുകൊണ്ട്. കണ്ടു പറയുന്നതാണ് കാര്യത്തിൽ മറ്റൊരാളുടെ റിവ്യൂ കേട്ട് പറയുന്നത്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യും. കാണാൻ പറ്റുന്നത് കണ്ടിട്ട് തന്നെ നമ്മൾ റിവ്യൂ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ റിവ്യൂ എങ്ങനെ ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് അതൊക്കെ. സത്യത്തിൽ ഇതിനകത്ത് ഏറ്റവും വേഴ്സ്റ്റായിട്ട് ഈ ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന ഈ രേവതി പ്രാന്തിയാണ്. ഈ പെണ്ണുമ്പുള്ള എന്തരാണ് കിടന്ന് കാണിക്കണേന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. ഇപ്പോൾ ഇരുന്നുകൊണ്ട് അനുമോൾക്ക് PR ഉണ്ടെന്ന് ഒരു ന്യൂസ് ചാനലിൽ പോയിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് തള്ളി മറിച്ചാവുന്നു. ആ ടാക്കിട്ടർ രേവതി യാത്ര എന്താ ടാക്കിട്ടർ, എന്താണ് ഇവരുടെ യോഗ്യത? അവിടെ അനുമോളാണ് ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുത്തിട്ടുള്ളത്. ഇതുവരെയും ബിഗ് ബോസ് എപ്പിസോഡ് റിവ്യൂ, അതായത് വീക്കെൻഡ് എപ്പിസോഡ് റിവ്യൂവിൽ ഒരു എപ്പിസോഡിൽ പോലും മോഹൻലാൽ അനുമോളെ എന്ന് പരാമർശിക്കാത്തതില്ല. ഈച്ച് ആൻഡ് എവറി എപ്പിസോഡിൽ അനുമോളെ പൊക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താ അർത്ഥം? അവൾ കൃത്യമായി പ്ലേ ചെയ്യുന്നു. ഒരാളെ നമ്മൾ എടുത്തു വെച്ച് വിമർശിക്കണമെന്നുണ്ടെങ്കിൽ അവരവിടെ അതിനകത്തുള്ള ഇമ്പാക്റ്റ് കൊടുത്തിട്ടുണ്ടാകണം. ആ ഇമ്പാക്റ്റ് അത് കൃത്യമായി അനുമോൾ അവിടെ കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ എന്തിനാണ് ബിഗ് ബോസ് ഈ പ്രഹസനം കൊണ്ട് ഇറങ്ങുന്നത്? നിങ്ങൾക്ക് അനുമോളെ ഇഷ്ടമില്ല വെച്ചാൽ അതിനെ ഇറക്കിയങ്ങ് വിട്ടാൽ പോരെ. അതിനെ ഡീഗ്രേഡ് ചെയ്യാനാണ് അതിനകത്ത് കൊണ്ടുപോയത്. നടക്കത്തില്ല. അവളെ എന്താ പറയണ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീയാക്കുന്നു. അവളെ അവിടെയുള്ള ആണുങ്ങൾ ഓരോരുത്തരായിട്ട് എടുത്തു വെച്ച് കളിയാക്കുന്നു. ഇതൊക്കെ അനുവദിച്ചു കൊടുക്കുന്നു. ഇതൊന്നും പോരാണ്ട് പൊട്ടൻ ലാലപ്പനും കൂടെ നിന്നിട്ട് കൊണ കിണിച്ചുകൊണ്ട് കാണിക്കുന്നുണ്ട്. നിന്റെയൊക്കെ ഹറാം പറപ്പിന് ആ പങ്കൊച്ച് കിട്ടി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അവൾക്ക് പുറത്തുള്ള ക്രെഡിബിലിറ്റി, അക്സെപ്റ്റൻസ് അവൾ മുൻപ് നടത്തിക്കൊണ്ടിരുന്ന, അതായത് അവൾ സീരിയൽ അഭിനയിക്കുകയും വേറെ ഷോസ് ഒക്കെ അവൾ കണ്ടക്ട് ചെയ്തതിൽ നിന്നുള്ള ആ കുട്ടിക്ക് കിട്ടിയ അക്സെപ്റ്റൻസ് ആണ്. ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, മിഡിൽ ക്ലാസ് ഫാമിലി തീരെ താഴേക്കിടയിൽ നിന്ന് സ്വന്തം എഫർട്ട് കൊണ്ട് ഉയർന്നു വന്ന ഒരു പെൺകുട്ടി പല മനുഷ്യരുടെയും പ്രതിനിധിയാണ്. ഇപ്പം നമ്മളും ഒക്കെ അതുപോലെ കഷ്ടപ്പെട്ട് മുന്നേറി വരുന്നവരാണ്.
സാധാരണയിൽ സാധാരണക്കാരുടെ പ്രതിനിധിയായിട്ടാണ് അനുമോൾ അവിടെ കാണുന്നത്. അതുകൊണ്ടാണ് ആ കുട്ടിക്ക് അത്രയും അക്സെപ്റ്റൻസ് കിട്ടുന്നത്. ഒരാളും PR അല്ല, ആ കുട്ടിക്ക് PR എന്ന് പറയുന്നത് അവളെ സ്നേഹിക്കുന്നവരാണ്. ഒരാളും 10 പൈസ അതിൻ്റെ നിന്ന് വാങ്ങിയിട്ടുമല്ല അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത്. അത് തുറന്ന് തന്നെ പലരും വന്ന് പറഞ്ഞിട്ടും വീണ്ടും അവൾക്ക് PR ഉണ്ടെന്നും അവളെ എങ്ങനെയും ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് അവളെ ചവിട്ടി മെതിച്ച് മേളിലേക്ക് കയറ്റി മറ്റുള്ളവരെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് അവിടെ നടക്കുന്നത്. ഇപ്പം നോക്ക്, 3 പേർക്കും കൂടെ ക്യാപ്റ്റൻസി കൊടുത്തിരിക്കുന്നു. പട്ടി ഷോ എന്നല്ല അതിനെന്താ പറയുക. പലപ്പോഴും തോന്നുകയാണ് ഈ ഒരു ഷോ റിവ്യൂ ചെയ്യാനേ പോകരുത്. കാരണം വളരെ വൾഗറായി, ഓൺ സൈഡഡായി, ബയാസ്ഡായി ചെയ്യുന്ന ഒരു വൃത്തികെട്ട ഷോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പം ഈ 3 പേരും കൂടെ ഒന്നിച്ച് ക്യാപ്റ്റൻ ആക്കിയതിൻ്റെ റീസൺ എന്താണ്? പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ സമ്മർ മീഡിയയാണ് അത് പറഞ്ഞിട്ടുള്ളത്, എനിക്കതിൻ്റെ ഇതറിയത്തില്ല. ഇവർക്ക് നോമിനേഷനില്ല, അതായത് എവിക്ഷൻ നോമിനേഷൻ നിന്ന് അവർ മാറിയിട്ടില്ല എന്ന് പറയുന്നത് അതൊരു നല്ല പോയിന്റാണ്. അത് ഓക്കെ, അത് സൂപ്പർ ആയിട്ടുണ്ട്. അല്ലാച്ചാൽ ഈ 3 പേരെയും കൂടെ ക്യാപ്റ്റൻ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം ഇവരെ 3 പേരെ സെക്യൂർ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഈ 3 പേരാണ് അവസാനമായിട്ട് വരുന്നതെങ്കിൽ, അതായത് 5ലേക്ക് വരുന്നത് ഇവർ 3 പേരും ആണെങ്കിൽ അതിൽ പരം ഒരു മോശം പ്ലേ വേറെയില്ല. അനീഷ് ആപ്റ്റാണ്, അനുമോൾ ആപ്റ്റാണ്, ഷാനവാസ് ആപ്റ്റാണ്. ഈ 3 കൺട്രാവി വേസ്റ്റാണ്. ഈ വേസ്റ്റ് 3 തൂക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം അവർക്ക് അങ്ങ് കൊടുത്തേരെ, ഒരാളെ തീരുമാനിച്ചങ്ങ് കൊടുത്തേരെ, ബാക്കിയുള്ളവരെ മെനക്കെടുത്താതിരിക്കുക. അനുമോള് ജനമനസ്സിൽ കയറിയതാണ്. എന്ന് ഡോക്ടർ റോബിനെ ഇവർ ഇൻസൾട്ട് ചെയ്ത് ഇറക്കി വിട്ടോ അന്ന് മുതൽ മനസ്സിലായതാണ് ഈ ഷോ വെറും പട്ടി ഷോയാണ്. കാരണം സിബിനൊക്കെ എത്ര ടാലൻ്റ് ഉള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. സിബിനെയൊക്കെ പോലെ എത്രയും ടാലൻ്റ് ഉള്ളൊരു കണ്ടസ്റ്റൻ്റ് ഞാൻ കണ്ടിട്ടില്ല. A to Z അവൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. കൊറിയോഗ്രാഫർ എന്നതിലുപരി അയാൾ അവിടെ കൊടുത്തതുണ്ടല്ലോ, അത് ഭയങ്കരമായിരുന്നു. പക്ഷേ ഇവർക്ക് ജാസ്മിനെ പോലുള്ള ഒരു പെണ്ണിനെ നശിപ്പിക്കണം, അവളുടെ ആ ക്രെഡിബിലിറ്റി നശിപ്പിക്കണം. ഇപ്പം നമുക്ക് അവരോട് പേഴ്സണൽ ഗ്രഡ്ജ് ഉള്ളത് കൊണ്ട് അവരുടെ നാശം കാണാൻ നമുക്ക് ചിരിയാ വരുന്നത്. എന്നാൽ പോലും വാസ്തവം പറയാമല്ലോ, ഈ ഒരു ഷോയിലേക്ക് ജാസ്മിൻ വന്നില്ലെങ്കിൽ അവളുടെ ഗ്രാഫ് എവിടെയോ നിൽക്കേണ്ടതാണ്. എവിടെയോ എത്തി നിൽക്കേണ്ട പെണ്ണിനെയാണ് നശിപ്പിച്ച് തറമട്ടം അടിച്ച് നാരം കല്ലാക്കി അങ്ങ് ഇട്ട് കളഞ്ഞത്. അല്ലെങ്കിൽ എവിടെയോ എത്തേണ്ട കുട്ടിയായിരുന്നു. അപ്പം ഇത്തരത്തിൽ ഒരു വ്യക്തി ഓരോ വ്യക്തികളെയും കൊണ്ടുവന്ന് അവരുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഷോ ആയിട്ട് മാത്രം എനിക്ക് മനസ്സിലാകുന്നത്. പലതും കാണിക്കുന്നില്ല പുറത്തേക്കെന്ന് പറയുന്നു. ഇപ്പം ലക്ഷ്മിയുടെ ഇഷ്യൂ തന്നെ എടുക്കുക. ലക്ഷ്മി പറഞ്ഞതിനെ വളച്ചൊടിച്ചു. ആ പെണ്ണ് പിന്നെ സ്വയം പൊങ്ങി ആയതുകൊണ്ട് അതങ്ങോട്ട് ഉൾക്കൊണ്ടു എടുത്തു എന്നുള്ളതാണ്. പിന്നെ രേവതിയാണ് റിവ്യൂവർ എന്ന് പറയുമ്പോൾ ഫീലിംഗ് ഷെയിം അത്രയേ ഉള്ളൂ. ബാക്കി റിവ്യൂ ചെയ്യുന്നവരൊക്കെ തന്നെ ഷെയിം ആകുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയാണ് രേവതി. ഓൺ സൈഡഡ് ആണ്. അവർക്ക് കറക്റ്റായിട്ട് പറയാൻ അറിയത്തില്ല, അവർ കാണാറില്ല. സർക്കര ചെയ്യണം, സാൻഡ് ചെയ്യണം, ശശ്രീ ചെയ്യണം, ചെഞ്ഞണി ചെയ്യണം എന്ന് പറഞ്ഞാൽ കുറേ വള്ളി നിക്കറും ബക്കറ്റും തൊട്ടിയൊക്കെ എടുത്ത് കഴുത്തിൽ കാതി തൂക്കിയിട്ടുകൊണ്ട് വന്നിരുന്നുണ്ട് വായ്ത്താളടിക്കുന്ന ഇവളാണ് റിവ്യൂവർ എങ്കിൽ ഇതൊന്നും അല്ല. ഒരാളുടെ മുഖം പോലും കാണിക്കാതെ ആ ഒരു വിഷയത്തിനെ മാത്രം സ്പെസിഫിക് ആക്കിക്കൊണ്ട് പറയുന്ന ഓൺലൈൻ മീഡിയയോ സമ്മർ മീഡിയയോ ഒക്കെയാണ് യഥാർത്ഥത്തിൽ റിവ്യൂവർ. അവരെ വിളിച്ചിരുത്തി പറഞ്ഞാൽ അവരത് കൃത്യമായിട്ട് പറയില്ല. ഈ പൊട്ടത്തിയാണോ വിളിച്ചിരുത്തി പറയുന്നത്? ന്യൂസ് 18 പോലുള്ള ഒരു ചാനലിന് ഇത്രയും അധപ്പതനമെന്ന് കാണുമ്പോൾ തന്നെ കണ്ടപ്പോൾ പറയണമെന്ന് തോന്നിയതാണ്. ഞാനിത് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്നതാണ് അവൾ 16 ലക്ഷത്തിൻ്റെ PR ചെയ്തു. അയ്യോ, ഈ തള്ളച്ചി വെച്ചുകൊണ്ട് അങ്ങ് പ്രൂഫ് ആക്കുകയാണ്. 14 ലക്ഷത്തിന് എത്ര പൂജ്യോടി നാറി, എന്തെങ്കിലും അങ്ങ് തള്ളി മറിക്കണം, അത്രയേ ഉള്ളൂ. ഈ സ്ത്രീ പക്ക ഫേക്കാണ് കേട്ടോ. ഒരു സാധനം ഇവർ പറയണ കറക്റ്റല്ല. ഇവർ PR ആണ്, അത് മാത്രമല്ല അക്ബറിൻ്റെ PR ആണ് ഈ സ്ത്രീ. അക്ബറിനും ആര്യനും വേണ്ടി മാത്രമാണ് തള്ളിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. പിന്നെ അവിടെ ഒരു ഇത് കാണിച്ചു, എന്താ പറയണേ, സദാചാര കാർഡ് കാണിച്ചു എന്ന് പറയുന്നത്. മോളെ രേവതി, നിന്റെ വീട്ടിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും, കിടക്കും, കെട്ടിപ്പിടിക്കും, അവൻ്റെ കൂടെ കയറി കിടക്കും, പുതപ്പിനടിയിൽ കൈയിട്ട് മാമ ഗുളു കാണിക്കും ഒക്കെ. അതൊക്കെ നിനക്ക് നല്ല ഇഷ്ടമായിരിക്കും. പക്ഷേ നിനക്കും ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ഒരു ഇതൊക്കെ. അതായിരിക്കാം. അത് എല്ലാ വീട്ടിലും വേണം നിർബന്ധം പിടിക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സാധാരണക്കാരുടെ ജീവിതത്തിൽ അവരുടെ വീടുകളിൽ ഇങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ് അവരതിനെ എതിർക്കുന്നത്. അത് സദാചാരമാണെന്ന് പറഞ്ഞാൽ ആ സദാചാരവാദികൾ തന്നെയാണ് കേരളീയർ. നീ പിന്നെ വേറെ ഇവിടുന്നോ പൊട്ടിമുളച്ച് വന്നതായിരിക്കാം. അവിടെ ഇങ്ങനെയൊക്കെ പറ്റുമായിരിക്കാം. നിന്റെ വീട്ടിൽ ഇതൊക്കെ നടക്കുമായിരിക്കാം. അതുകൊണ്ടാണ് നിനക്കിത് നോർമലൈസ് ചെയ്യാൻ തോന്നുന്നത്. അത് നീ തൂക്കി പിടിച്ചോണ്ട് കിടന്ന് അവിടെ ആരാ വേണ്ടെന്ന് പറഞ്ഞ് ഇത്ര ഒരു വിഭാഗക്കാരെ മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് അവരെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി കാണിക്കുന്ന ഒരു തൊട്ടിത്തരത്തിനെ അംഗീകരിക്കാൻ ആസ് എ റിവ്യൂവർ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അവിടെ പിടിച്ചിരുത്തിക്കൊണ്ട് ഇവളെ കൊണ്ട് വായ്ത്താളം അടിച്ചാൽ മാത്രം ഗ്രാഫ് താഴോട്ട് പോകുമെന്ന് തെറ്റിദ്ധരിക്കുന്നെങ്കിൽ അനുമോൾ ജനഹൃദയത്തിൽ കപ്പ് വാങ്ങിയ വ്യക്തികളിൽ 2 പേര്, ഒന്ന് അനുമോള്, 2 ഷാനവാസ്. ഇവർ 2 പേരും ജനഹൃദയത്തിൽ തന്നെ ഉണ്ട്. ബാക്കി എല്ലാവരെയും ഇനിയിപ്പോൾ അനീഷിൻ്റെ കേസാണെങ്കിലും അത് അങ്ങനെ തന്നെയാണ്. അനീഷും അങ്ങനെ തന്നെയാണ്. ജനഹൃദയത്തിൽ നിൽക്കുന്ന മനുഷ്യരാണ് ഇവർ 3 പേര്.
ബാക്കിയൊക്കെ പോക്ക് ഫേക്കുകളാണ്. ചുമ്മാ പെണ്ണുങ്ങൾക്കെതിരെ സ്ത്രീ വിരുദ്ധതയും വൃത്തികേടും പറയുന്ന കുറെ വൃത്തികെട്ട ജന്മങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് അവനവന്റെ ക്രെഡിബിലിറ്റി നശിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ സ്ത്രീക്ക് യാതൊരു ക്രെഡിബിലിറ്റി ഇല്ല, എന്നിട്ട് ഇവരെ തൂക്കി പിടിച്ചു കൊണ്ടുവന്ന് വെച്ച് ഇവർ ഭയങ്കര റിവ്യൂവറാണ്, ഗ്രേറ്റ് ആണെന്ന് പറയുന്നെങ്കിൽ ബിഗ് ബോസ് പോലും ഇവരെടുത്ത് വിലക്കിയിട്ടുണ്ട് അവിടെയുള്ള കാര്യങ്ങൾ പുറത്തേക്ക് പറയരുതെന്ന്. അതായത് നിങ്ങൾ ആരെ തൂക്കി തലയിൽ വെക്കുന്നു അവർ നിങ്ങൾക്ക് പണി തരും എന്നുള്ളതാണ്. പൈസ എത്ര വാങ്ങി ഞണ്ണി എന്ന് മാത്രം പറഞ്ഞാൽ മതി രേവതി. അവൾക്ക് ചുറ്റുമുള്ളവരെ എല്ലാം അവൾ ആക്രമിക്കും. ഇപ്പം മറ്റേ ഒരു മൂൺലൈറ്റ് ആ പയ്യനെ എടുത്തിട്ട് ഉരുക്കുന്ന കണ്ടിട്ടുണ്ട് നമ്മളെല്ലാവരും. ഇപ്പം എനിക്ക് സമ്മർ മീഡിയ എടുത്ത് ഒരു രീതിയിലുള്ള ഒരു ഒപ്പോസിഷനും തോന്നില്ല. കാരണം ഒരുപാട് പ്രാവശ്യം ഞാൻ റിപ്പീറ്റഡ്ലി പറഞ്ഞിട്ടുണ്ട്, മേ ബി സമ്മർ മീഡിയയോട് എന്നെ ചോദിച്ചാലും അങ്ങനെ പറയുണ്ടാവുള്ളൂ. അതാണ് റിവ്യൂ എന്ന് പറയുന്നത്. നമ്മൾ ഒരേ ഫീൽഡിൽ നിൽക്കുന്നവർ പരസ്പരം വെല്ലുവിളിക്കരുത്, പരസ്പരം പഴിചാരരുത്, മോശം പറയരുത് എന്നുള്ളത് ഒരു സാമാന്യ ബോധമാണ്. അതില്ലാത്ത ഒരു വ്യക്തി ഈ ഒരു ഫീൽഡിന് തന്നെ അപമാനമാണ്. ഈ സ്ത്രീ സത്യം പറഞ്ഞാൽ ഈ റിവ്യൂവേഴ്സിന്റെ ഇടയിൽ ഒരു വേസ്റ്റ് സാധനമാണ്. ഇത്രയും പക്കാ ഫ്രോഡായ ഒരു സ്ത്രീയാണ് അനുമോളെ ഡീഗ്രേഡ് ചെയ്യാനായിട്ട് പോയി നിൽക്കുന്നതെന്നുള്ളതാണ്. ഇനിയിപ്പോൾ അനുമോളെ PR ആണോ അല്ലെങ്കിൽ പറഞ്ഞിട്ട് ഇങ്ങോട്ട് തള്ളിക്കൊണ്ടുവരണ്ട. ഞാൻ ആരുടെയും PR വർക്ക് ഏറ്റെടുക്കാറില്ല. എനിക്ക് ഒരാളെയും PR വർക്ക് ചെയ്യാൻ താല്പര്യവുമില്ല, ഇഷ്ടവുമില്ല. നമ്മൾ കണ്ടത് മാത്രമേ പറയുന്നുള്ളൂ. 100% അവിടെ കോണ്ടന്റ് കൊടുത്തുകൊണ്ട് നിൽക്കുന്നത് അനുമോള് മാത്രമാണ്. അനുമോളുടെ കോണ്ടന്റ് തന്നെയാണ് അവിടെ ബിഗ് ബോസ് നിലനിർത്തിയത് പോലും അനുമോളാണെന്ന് പറയും ഇത്തവണ. 7ന്റെ പണി എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഈ നടത്തുന്ന ഒരു പ്രഹസനവും അവിടെ ആർക്കും ബാധിക്കുന്നില്ല. കാരണം മെന്റലി അത്രയും സ്റ്റെബിളായി എന്ത് പ്രശ്നവും ഫേസ് ചെയ്യാൻ തയ്യാറായി വന്ന് നിൽക്കുകയാണ് അനുമോളും അനീഷിനെ പോലുള്ള ഒരാൾക്ക് അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഹാർട്ട് അറ്റാക്ക് വന്ന് ഫിസിക്കൽ ഇഷ്യൂസ് വരെ ഉണ്ടായിട്ട് പോലും ഷാനവാസ് പോലും അത് ഓവർകം ചെയ്യുന്നുണ്ടെങ്കിൽ, മോഹൻലാൽ ഇൻസൾട്ട് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ഇൻസൾട്ട് ചെയ്തിട്ട് പോലും അവരൊക്കെ അവിടെ സ്ട്രോങ് ആയി നിൽക്കുന്നുണ്ടെങ്കിൽ ആ 3 പേഴ്സൺസ് തന്നെയാണ് അവിടെ ആപ്റ്റായിട്ടുള്ള കണ്ടസ്റ്റന്റ് എന്ന് ഞാൻ പറയും. ഈ 3 പേര് ടോപ്പ് 5 വരുന്നതിൽ ഒരു തർക്കവുമില്ല, നല്ലതാണ്. പക്ഷെ അതല്ലാതെ ഇവരെ തള്ളിക്കൊണ്ട് മറ്റ് 3 കൊരങ്ങ വാനര ജന്തു മഹാവീരും സ്ത്രീ വിരോധികളെയാണ് കൊണ്ടുവന്ന് ഇരുത്തുന്നതെങ്കിൽ ഇത് സത്യം പറഞ്ഞാൽ 7ന്റെ പണി ബിഗ് ബോസിനായിരിക്കും. നിങ്ങളുടെ ഈ ഒരു കാണുന്ന ഒരു വ്യൂവർഷിപ്പ് തന്നെ നല്ല പോലെ താഴേക്ക് വരും. ഓൾറെഡി നിങ്ങൾ സ്ത്രീവിരുദ്ധരെ പ്രൊമോട്ട് ചെയ്യുന്നവരാണ്, അങ്ങനെ ആയി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെ കുറെ പാഴ് ജന്മങ്ങളുണ്ട്. ഈ പാഴ് ജന്മങ്ങൾക്ക് ഈ സ്ത്രീവിരുദ്ധരെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരു കാറ്റഗറിയാണ്. ജീവിക്കാൻ വേറെ എന്തെല്ലാം വഴിയുണ്ട് തള്ളേ. ഇമാതിരി തോന്നിവാസവും കള്ളത്തരവും പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചിട്ട് വേണോ തള്ളേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട്? മതിയായില്ലേ തള്ളേ? കുറെ കുണുക്കും കുറെ തൊട്ടിലും അതുമൊക്കെ വാരി കാതിൽ കുത്തിയിട്ടുണ്ട് ചൈച്ചേച്ചനം ഞഞ്ഞ എന്നങ്ങോട്ട് തള്ളിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ എന്ത് മലരാണ്, എന്ത് മലരാണ്. കണ്ടാച്ചാലും മതി, ഒന്നിനും കൊള്ളാത്തൊരു ജന്തു.